ഊഷു ഷിയുവിൻ്റെ വീട്ടിൽ പൊരുത്തപ്പെടുന്നതിലുള്ള തിരക്കിലായിരുന്നു. അവിടെ അവൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവളന്ന് പോയി വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം അവിടെ സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു അവൾ. അങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോരുത്തർക്കും എടുത്ത് വെക്കുന്ന കൂട്ടത്തിലാണ് മേശയുടെ ഡ്രോയിൽ ഇരിപ്പുണ്ടായിരുന്ന അവനും അച്ഛനും കൂടിയുള്ള ഫോട്ടോ അവൾ കാണുന്നത്. അവൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൻ നല്ല ക്യൂട്ടാണ് എന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഷിയു അന്ന് ജോലി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ ഡോറിൻ്റെ അടുത്ത് തന്നെ വെൽക്കം ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാറ്റ് കിടക്കുന്നത് കാണുന്നുണ്ട്. അത് തന്നെ അവനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഡോർ തുറന്ന് അകത്തേക്ക് എന്നപ്പോൾ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും അവൻ കാണുന്നു. ഇതുവരെ അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ റിസീവ് ചെയ്യാനോ അതൊരു വീടാണ് എന്ന് തോന്നിപ്പിക്കാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യമായിട്ടാണ് ഷിയുവിന് അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് അവൻ. ഊഷു ബെഡ്റൂമിൽ കിടന്ന് ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടുകൊണ്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഷിയു അവിടെ അടുത്തെത്തിയപ്പോഴാണ് അവൻ വന്നത് അവൾ അറിയുന്നത്. അവനെ കണ്ടുകൊണ്ട് അവൾ സന്തോഷത്തോടെ ബെഡിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവിടെ കിടപ്പുണ്ടായിരുന്ന അവളുടെ ചെരുപ്പുകൾ ബെഡിനടിയിലേക്ക് തട്ടി നീക്കിയിടുന്നുണ്ട്. അവൻ അന്നത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. അവളന്ന് തനിച്ചായിരുന്നല്ലോ ഓഫീസിലേക്ക് വന്നതും പോയതും. അതിനെപ്പറ്റിയൊക്കെ ആയിരുന്നു അവൻ അന്വേഷിച്ചത്. അവൻ വന്ന് ഫുഡ് ഉണ്ടാക്കി തരുന്നതിന് വേണ്ടിയിട്ട് അവൾ ഇതുവരെ ഒന്നും കഴിക്കാതെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. നമ്മുടെ നാട്ടിലെങ്ങാനും ആയിരുന്നിരിക്കണം. ശിവന് പക്ഷേ അതൊരു വിഷയമല്ല. ഫുഡൊക്കെ ഉടനെ റെഡിയാക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. അവൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്കും ആവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് അവൾ പറയുന്നുണ്ട്. അവനൊന്നും കുഴപ്പമില്ലല്ലോ എന്നും ചോദിക്കുന്നു. ഒരു കുഴപ്പവുമില്ല, മാത്രമല്ല നീ ഇങ്ങനെ ഇത് സ്വന്തം വീട് പോലെ നോക്കുന്നത് എനിക്ക് നല്ല സന്തോഷവുമാണ് എന്ന് അവൻ പറയുന്നുണ്ട്. ഊഷു സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കാനെന്നോണം 2 കൈകൾ നീട്ടുന്നുണ്ട്. ഷിയു വേഗം അവളുടെ അടുത്തേക്ക് നിന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടല്ല, എന്നെ എടുത്തുകൊണ്ട് പോകാനാണ് എന്ന് പറഞ്ഞ് അവൾ അവനെ തിരിച്ചു നിർത്തിയിട്ട് അവൻ്റെ പുറത്ത് കയറാൻ തുടങ്ങുന്നു. ചെരുപ്പ് അവിടെയില്ല എന്ന എക്സ്ക്യൂസാണ് അവൾ അതിനു വേണ്ടി പറഞ്ഞത്. സോഫയുടെ അടിയിലാണ് ചെരുപ്പുള്ളതെന്ന് പറഞ്ഞ് അവിടേക്ക് കൊണ്ടുപോകാനാണ് അവൾ അവനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ അവൻ അവളെയും കൊണ്ട് അവിടേക്ക് ചെല്ലുന്നു. പക്ഷെ അവിടെയും ചെരുപ്പുണ്ടായിരുന്നില്ലല്ലോ. ചെരുപ്പ് ശരിക്കും ബെഡിൻ്റെ അടിയിൽ കിടക്കുകയല്ലേ. ഊഷു പക്ഷേ അത് തനിക്ക് എവിടെയാണെന്ന് അറിയില്ല എന്ന രീതിയിൽ അവനെ കുറേ നേരം പൊട്ടം കളിപ്പിക്കുന്നുണ്ട്. അവസാനം അവൾ തന്നെ കബളിപ്പിക്കുകയാണ് എന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ അവളെ താഴെ ഇറക്കുന്നുണ്ട്. നീ എത്രയാണ് ലേറ്റായിട്ട് വന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ കബളിപ്പിക്കുന്നതെന്ന് ഊഷു പറയുന്നു. അവനവളെ ഇക്ലിയാക്കാൻ ചെല്ലുന്നുണ്ട്. അവൾ അതിനെ സമ്മതിക്കാതെ ഓടുകയും ചെയ്തു. ഇങ്ങനെ കുറേ സമയം രണ്ടുപേരും ഓടിക്കളിക്കുന്നുണ്ട്. ഷിയു ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോൾ അവൾ ആ സ്റ്റഡി റൂമിലായിരുന്നു. അവനും അച്ഛനും കൂടിയുള്ള ആ ഫോട്ടോ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് അവളൊരു ഫ്രെയിം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അത് കിട്ടിയതിനാൽ അവൾ അതിൽ ആ ഫോട്ടോ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അവനത് അവൾ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഷിയുവിൻ്റെ മുഖത്ത് ഒരു വിഷമം നിറയുന്നു. ഞാനിന്ന് ക്ലീൻ ചെയ്യുന്ന ഓട്ടത്തിൽ ഇത് കണ്ടതാണ്. കണ്ടപ്പോൾ ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ എതിർത്തൊന്നും പറയുന്നില്ല. അവൻ്റെ അച്ഛനെ ഊഷു ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവനെ കാണാനും അവൻ്റെ അച്ഛനെ പോലെ ആണെന്നാണ് തോന്നുന്നത്. അതേപോലെ അവൻ്റെ ഡ്രോയിങ് സ്റ്റൈലും അച്ഛനേന് സമാനമാണ് എന്നൊക്കെ ഇപ്പോൾ അവൾ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിൻ്റെ അച്ഛനെക്കുറിച്ച് എന്നോട് പറയണമെന്നും അവൾ ആവശ്യപ്പെടുന്നു. അതിന് ധൃതി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് എപ്പോഴാണോ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നുന്നത് ആ സമയത്ത് നീ പറഞ്ഞാൽ മതി. എന്തായാലും അത് കേൾക്കാൻ ഞാനിവിടെ ഉണ്ടാവും എന്ന് ഊഷു പറയുന്നു. അവൻ അത് സമ്മതിച്ചതുപോലെ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഷിയുവിന് ഇതുവരെ അവളോട് തൻ്റെ അച്ഛനെക്കുറിച്ച് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അടുത്ത ദിവസം ഗോങ് ഷിയുവിനെ അവൻ്റെ ഓഫീസിൽ ചെന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ ഗോങ് ഓഫീസിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. വീട്ടിൽ ഹൂഷു ഉണ്ടായിരിക്കുമോ എന്നുള്ള സംശയം കാരണമാണ് ഗോങ് അങ്ങോട്ടേക്ക് പോവാതെ ഓഫീസിൽ വന്ന് അവനെ കാണാൻ തീരുമാനിച്ചത്. ആ ഗെയിം സെൻറ്ററിലേക്ക് കുറച്ച് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിനെ പറ്റി അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഷിയുവുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നതിനാണ് അവൻ വന്നത്. പക്ഷേ ഗെയിം സെൻറ്ററിൻ്റെ കാര്യത്തിൽ ഇനി താൻ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവൻ തനിയെ അത് നടത്തിക്കൊണ്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. മുമ്പ് ഈ ജോലിയുടെ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇനി അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറുകയാണ്. പൂർണ്ണ ഉത്തരവാദിത്വവും അവനെ ഏൽപ്പിക്കുകയാണ് എന്നൊക്കെ ഷിയു ഇപ്പോൾ പറയുന്നുണ്ട്. ഇവരിങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിയുവിൻ്റെ അമ്മ അവന് കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ട് വീണ്ടും അവനെ കാണാനായി വരുന്നത്. ഗോങ്ങിന് അമ്മ ഇപ്പോൾ പരിചയമുണ്ടല്ലോ. അല്ലെങ്കിലും US വെച്ച് ഗ്രാജുവേഷൻ ടൈമിൽ അവൻ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ അമ്മയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു. പക്ഷേ അമ്മയ്ക്ക് അവനെ കണ്ടതായി ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. US ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, അവിടെ വെച്ച് ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗോങ് സ്വയം പരിചയപ്പെടുത്തുന്നു. അമ്മ മുമ്പ് ഷിയുവിന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന അതേ സൂപ്പും വേറെ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസുമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി ഷിയുവിനോട് പറയുന്നുണ്ട്. അമ്മ ഇങ്ങനെ വരുമ്പോൾ അവന് ശരിക്കും സന്തോഷമാണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കണം, എന്നാലേ അമ്മയ്ക്കത് മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ മുമ്പ് ഊഷു അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനാൽ ഇത്തവണ ഷിയു അമ്മ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നതിന് താങ്ക്സ് ഒക്കെ പറയുന്നു. അമ്മയ്ക്കും അത് സന്തോഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് US അവരുടെ നെയ്ബേഴ്സ് ആയിരുന്ന ഒരു ഫാമിലി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവർ അവനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് നാളെ വൈകിട്ട് അവിടെയുള്ള ഒരു ഹോട്ടലിൽ വെച്ച് അവരുമായിട്ടൊരു പ്രൈവറ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല അവരുടെ മകളായിട്ടുള്ള ലൂണ ഇപ്പോൾ അവൻ്റെ ഏജാണ്. ഷിന്നിന് ഓൾറെഡി ആരെയോ ഇഷ്ടമാണ്. അതുകൊണ്ട് അവനും ആരെങ്കിലും ഒരു പാർട്ട്ണറെ കണ്ടെത്താനുള്ള സമയമായി.
ഈ ലൂണ അതിന് പറ്റിയ ആളാണ്, എന്തായാലും നാളെ അവളുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം എന്നൊക്കെ അമ്മ ഷിയുവിനോട് പറയുന്നത്. അമ്മ ശരിക്കും അവന് വേണ്ടി ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യുകയാണ്. ഗോങ് ഇതൊക്കെ കേട്ട് അവിടെ ഇരുന്ന് ചിരി അടക്കാൻ പാടുപെടുന്നുണ്ട്. എന്തായാലും ഷിയു അവരെ മീറ്റ് ചെയ്യാൻ ചെല്ലാമെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം അമ്മയെ യാത്രയാക്കുന്നുണ്ട്. അവൻ തിരികെ വരുമ്പോഴും ഗോങ് ചിരി അടക്കാൻ പാടുപെടുകയാണ്. ഷിയു അവനെ വഴക്ക് പറയുന്നുണ്ട്. മാത്രമല്ല ഹൂഷുവിനോട് ഇതിനെപ്പറ്റി ഒരക്ഷരം പോലും പറഞ്ഞു പോകരുതെന്ന് അവൻ വാണിങ്ങും കൊടുക്കുന്നുണ്ട്. ഒന്നും പറയില്ല എന്ന് ഗോങ് അവന് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നു. എന്തായാലും ഗോങ് നല്ല വിശ്വസ്തനാണ് കേട്ടോ. ഹൂഷുവിനോട് പറയരുതെന്ന് ഷിയു പറഞ്ഞ കാര്യം അവൻ കൃത്യമായിട്ട് അവളുടെ ചെവിയിൽ എത്തിക്കുന്നുണ്ട്. സാവോയുടെ കഫയിൽ വെച്ച് സാവോയും കൂടി ഇരിക്കുമ്പോഴാണ് അവൻ ഇക്കാര്യം പറയുന്നത്. ആദ്യം സാവോ കരുതിയത് അവൻ വെറുതെ പൊട്ടത്തരം പറയുകയാണെന്നാണ്. പക്ഷേ അന്ന് വൈകിട്ട് ആരെയോ മീറ്റ് ചെയ്യാൻ പോകണമെന്ന് തനിക്ക് ഷിയു മെസ്സേജ് അയച്ചിരുന്നതായി ഹൂഷു പറയുന്നുണ്ട്. അതുകൊണ്ട് കാര്യം സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അവളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ എന്തായാലും അമ്മ പറയുന്നൊന്നും ഇതുവരെ അനുസരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അവളെ വിട്ട് ആ പെൺകുട്ടിയെ സ്വീകരിക്കാൻ ഒരു സാധ്യതയുമില്ല. ജസ്റ്റ് അവരൊന്ന് മീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് പുതുക്കാമെന്ന് മാത്രം വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗോങ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ഉള്ള സമാധാനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അന്ന് വൈകിട്ട് പറഞ്ഞ സമയത്ത് തന്നെ ഷിയു അവൻ്റെ ആ പഴയ ഫ്രണ്ടിനെ കാണാനായി ആ ഹോട്ടലിൽ എത്തുന്നുണ്ട്. ആ പെൺകുട്ടിയുടെയും അവൻ്റെയും പേരൻസ് അവിടെ മുകളിലെ മുറിയിലുണ്ടെങ്കിലും അവൻ അങ്ങോട്ട് പോയി അവരെ കാണാതെ താഴെ ലോഞ്ചിൽ വെച്ച് ഈ പെൺകുട്ടിയുമായി മീറ്റ് ചെയ്യുകയായിരുന്നു. ശരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരാളോട് ഇഷ്ടമുണ്ട്, എൻഗേജ്മെൻറ്റ് നടക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യം അവൾ ആദ്യം വിളിച്ചറിയിക്കുന്നത് ഷിയുവിനായിരുന്നു. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു എൻഗേജ്മെൻറ്റ് ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഷിയു അവളെ മീറ്റ് ചെയ്യാൻ തയ്യാറായത്. മാത്രമല്ല അവർ അയൽക്കാരായിരുന്നതുകൊണ്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് അവൻ ഇല്ലാതിരുന്ന സമയത്ത് പോലും അമ്മയ്ക്ക് പല രീതിയിലും ഈ പെൺകുട്ടി ഹെൽപ്പായിട്ടുണ്ട്. അതിനൊക്കെ താങ്ക്സ് പറയുന്നതിനും കൂടി അവൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇവർ മീറ്റ് ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഗോങ് കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നതിനാൽ ഹൂഷു ഈ സമയം അവിടെ എത്തുന്നുണ്ട്. ഇവർ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടപ്പോഴേ അവൾ അവരുടെ കണ്ണിൽ പെടാതെ ഒളിക്കുന്നു. അവർ രണ്ടുപേരും കൂടി ചിരിച്ച് രസിച്ച് വർത്താനം പറഞ്ഞിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഹൂഷുവിന് ആകെ ടെൻഷനാവുന്നു. അവൾക്കാണെങ്കിൽ ആ നിൽക്കുന്നിടത്ത് നിന്ന് അവരെന്താണ് പറയുന്നതെന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി നിൽക്കാനായി നോക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നതിനിടയിൽ ആ ഹോട്ടലിലെ ഒരു സ്റ്റാഫുമായിട്ട് ചെറുതായിട്ടൊരു കൊളാശ് ഉണ്ടാകുന്നു. അങ്ങനെ അവിടെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് ഷിയു അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഹൂഷുവിനെ കാണുന്നുണ്ട്. അവൻ കണ്ടു എന്നുള്ളത് അവൾ അറിയുന്നില്ല. അവൾ വേഗം തന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഷിയുവിന് നല്ല ചിരി വരുന്നുണ്ടെങ്കിലും അവൻ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ അവൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അമ്മയ്ക്കത് വലിയ ഷോക്കായിരുന്നു. എന്നാലും അമ്മ ഇപ്പോൾ തൽക്കാലം വിവാഹക്കാരമൊക്കെ അതുകൊണ്ട് മറന്നിരിക്കുകയാണ് എന്നൊക്കെ ആ പെൺകുട്ടി അവനോട് പറയുന്നുണ്ട്. ഹൂഷു ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവർ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് എത്തിയും വല്ലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഷിൻ അവളുടെ അടുത്തേക്ക് വന്നത്. അവനും ആ മീറ്റിങ്ങിനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവളെ കാണാനിടയായത്. ഇവളുടെ ശ്രദ്ധ മുഴുവൻ ഷിയുവും ആ പെൺകുട്ടിയും ഇരിക്കുന്നിടത്തേക്കാണ് എന്ന് മനസ്സിലായപ്പോൾ ഷിന് എന്തോ സംശയം തോന്നുന്നുണ്ട്. അവൻ ചോദിച്ചിട്ട് പക്ഷേ ഹൂഷു ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ നിൽക്കാതെ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് വേഗം പുറത്തേക്ക് പോകുന്നു. ഷിൻ പക്ഷേ അവളെ അങ്ങനെ വിടാൻ തയ്യാറാവാതെ അവൾക്ക് പിന്നാലെ ഓടിച്ചെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട് നീയും ഷിയുവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഹൂഷു അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവളെൻ്റെ ഗേൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷിയു അങ്ങോട്ടേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിക്കുന്നു. ഇത് ഷിന്നിന് വലിയൊരു ഷോക്കായിരുന്നു. അവർ റിലേഷൻഷിപ്പിലായിരിക്കും എന്ന് അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോഴേക്കും മറ്റേ പെൺകുട്ടിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാര്യം മുഴുവനായിട്ട് അറിയില്ലെങ്കിലും ഷിന്നിൻ്റെ ആ നിൽപ്പും നോട്ടവും എല്ലാം കൂടി കണ്ടപ്പോൾ അവൾക്ക് സിറ്റുവേഷൻ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. മുകളിൽ എല്ലാവരും അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ അവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. നീ പോയി നിൻ്റെ അച്ഛനെ കാണാൻ നോക്കുക എന്ന് പറഞ്ഞ് ഷിയുവും അവനെ ചെറുതായി പരിഹസിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് മറ്റേ പെൺകുട്ടിയോട് യാത്ര പറഞ്ഞ് അവൻ ഹൂഷുവിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഷിൻ ഇതങ്ങനെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ അവൻ തൽക്കാലം പേരൻസിൻ്റെ അടുത്തേക്ക് അവൻ പോകുന്നുണ്ട്. ഹൂഷു ഇത്ര സമയം പ്രതികരിക്കാതൊക്കെ നിന്നെങ്കിലും വണ്ടിയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവൾ ഷിയുവിൻ്റെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് പോയി വണ്ടിക്കുള്ളിൽ കയറി ഇരിക്കുന്നു. അവൻ അകത്ത് കയറിയിട്ടും അവൾ വലിയ മൈൻഡൊന്നുമില്ലാതെ പിണങ്ങിയിരിക്കുകയാണ്. അവളുടെ പിണക്കത്തിന് കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ ഷിയു ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവൻ വണ്ടിയെടുത്ത് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്കുള്ള വഴിയല്ല പോകുന്നത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. നമുക്ക് കുറച്ചു നേരം ഡ്രൈവ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാം, ഇപ്പം നിൻ്റെ മൂഡും ശരിയാവും എന്ന് ഷിയു പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അവൾ വാശി പിടിക്കുന്നു. അവനോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ നിർബന്ധം കാരണം അവൻ വഴിയിൽ വണ്ടി നിർത്തുന്നു. ഹൂഷു വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പിണങ്ങി നടന്നു പോകുന്നുണ്ട്. ഷിയു പിന്നാലെ ചെന്ന് അവളെ പിടിച്ച് നിർത്താൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അവസാനം അവൻ അവളെ പൊക്കിയെടുത്ത് വണ്ടിയുടെ പുറത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് നേരത്തെ താൻ മീറ്റ് ചെയ്ത പെൺകുട്ടി ആരാണ് എന്നൊക്കെ വിശദമായി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവളുടെ എൻഗേജ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു, അതിനുള്ള ഗിഫ്റ്റാണ് അവൻ കൊടുത്തത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൂഷുവിൻ്റെ പിണക്കം മാറുന്നുണ്ട്. ഇപ്പോൾ പിണക്കം മാറിയോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൻ ആരാണ് പിണങ്ങിയത്, ഞാൻ പിണങ്ങൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ വലിയ ജാടയിടുന്നുണ്ട്. എന്തായാലും ഷിയു ഇത് തമാശ രീതിയിലാണല്ലോ എടുത്തിരിക്കുന്നത്. അവളെങ്ങനെ പിണക്കേണ്ടി വന്നതിനുള്ള ക്ഷമാപണമായിട്ട് അവൻ ഒരു ടിക്കറ്റ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ മുമ്പ് ഉറക്കം വരാതിരിക്കുമ്പോഴൊക്കെ കേൾക്കുന്ന ഒരു ടീമിൻ്റെ പാട്ടുണ്ടായിരുന്നല്ലോ, ആ ടീമിൻ്റെ ഒരു പ്രോഗ്രാമിനുള്ള ടിക്കറ്റാണത്. അതങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല, കാരണം അവരുടെ അടുത്തുള്ള പ്രോഗ്രാമിൻ്റെയൊക്കെ ടിക്കറ്റുകൾ എന്നേ വിറ്റുപോയതാണ്. പിന്നെ ഇതെങ്ങനെ കിട്ടിയെന്ന് അവൾ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. അതിന് എനിക്ക് എൻ്റേതായ വഴികളൊക്കെ ഉണ്ട് എന്ന്
അവൻ പറയുന്നു. എന്തായാലും ഹൂഷു നല്ല ഹാപ്പി ആവുന്നുണ്ട്. പിണക്കമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഷിൻ അന്ന് പാർട്ടി കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോഴേക്കും നല്ല ഫോമിലായിരുന്നു. അവൻ അത്യാവശ്യം നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലെവൽ തെറ്റി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ അബദ്ധത്തിൽ അവിടെ ഇടത്ത് വീഴാൻ തുടങ്ങി. അവൻ്റെ കൈ ചെറുതായി മുറിയുന്നുണ്ട്. അപ്പോഴേക്കും അവൻ്റെ അസിസ്റ്റൻ്റ് ഓടിയെത്തുന്നു. പക്ഷേ അയാളോടും അവൻ ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ തനിക്ക് തിരികെ വീട്ടിലേക്കല്ല പോകണ്ടെന്ന് പറഞ്ഞ് അവൻ ഹൂഷുവിൻ്റെ സ്ഥലത്തേക്ക് അയാളെ കൊണ്ട് വണ്ടി വിടുന്നുണ്ട്. പക്ഷേ ഹൂഷു ഇപ്പോൾ അവിടെ താമസമില്ലല്ലോ. അതുകൊണ്ട് അവൻ റൂമിൻ്റെ വാതിൽക്ക് ചെന്ന് കുറേ തവണ മുട്ടിയിട്ടും ആരും പ്രതികരിക്കുന്നില്ല. തൊട്ടടുത്ത റൂമിലുള്ളവർക്കാണെങ്കിൽ ഇവൻ്റെ ഈ ബഹളം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അടുത്ത റൂമിലുള്ള ആൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക എന്ന് അവനോട് പറയുന്നുണ്ട്. ഞാനൊരു ബാൻഡേജ് വാങ്ങിക്കാൻ വന്നതാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ താഴെ ഫാർമസി ഉണ്ട്, അവിടെ പോയി വാങ്ങിക്കാൻ അയാൾ പറയുന്നു. ഷിൻ വിഷമിച്ച് അവിടെ താഴേക്ക് ഇരിക്കുന്നുണ്ട്. ഹൂഷു അവിടെ ഇല്ല എന്ന് അവന് ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഹൂഷു തന്നെ ഇഷ്ടപ്പെടാത്തതിലല്ല അവന് വിഷമം. അവൾ ഇഷ്ടപ്പെടുന്ന ആൾ ഷിയു ആയിപ്പോയതാണ് അവനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. കുറച്ച് സമയം അവിടെ വിഷമിച്ചിരുന്നിട്ട് അവൻ ആരെയോ ഫോൺ വിളിച്ച് എന്തോ ഒരു ഓർഡർ നൽകുന്നുണ്ട്.